നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് കൂട്ടുമോ കുറയ്ക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ രണ്ടിനും ചൂണ്ടിക്കാണിക്കാൻ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി വെള്ളാപ്പള്ളി നടേശൻ CPM-ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറിച്ച് വെള്ളാപ്പള്ളിയുടെ മകനും അദ്ദേഹത്തിൻ്റെ കൂടി ആശീർവാദത്തോടു കൂടിയുള്ള BDJS പാർട്ടി കേന്ദ്രത്തിൽ BJPക്കൊപ്പം കേരളത്തിലുമെല്ലാം NDAയുടെ ഭാഗമായി നിൽക്കുകയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരേ സമയം തന്നെ ഒരു കാൽ BJPയിലും മറുകാൽ ഇടതുപക്ഷത്തും CPM-ലും ഒക്കെ വെച്ചാണ് വെള്ളാപ്പള്ളിയുടെ യാത്ര. കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി ഇടതുമുന്നണിക്കകത്ത് തന്നെ CPIക്കെതിരെ ചില വിമർശനങ്ങൾ ഒക്കെ ഉന്നയിച്ചത്. CPIക്കാർ ചതിയൻ ചന്തുമാരാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെ എന്തായാലും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വെള്ളാപ്പള്ളിയുടെ മതനിരപേക്ഷ നിലപാട് കൊണ്ടാണ് അദ്ദേഹത്തെ CPM അനുകൂലിക്കുന്നത് എന്നതുകൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. CPIക്കെതിരെ ഇങ്ങനെ വിമർശനം വെള്ളാപ്പള്ളി പറയാനും കാരണമുണ്ട്. CPI പരസ്യമായി തന്നെ ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരുടെ പിന്തുണയും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളും, മലപ്പുറത്ത് അടക്കം നടത്തിയ പ്രസ്താവനകൾ, അയ്യപ്പ സംഗമത്തിലടക്കം മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി അടക്കം വന്ന വിവാദങ്ങൾ, ഇതെല്ലാം കാരണമായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. CPM-ൻ്റെ സംസ്ഥാന സമിതിയിലടക്കം അത്തരം വിമർശനങ്ങൾ ഉണ്ടായി എന്ന മട്ടിൽ വാർത്തകളൊക്കെയും വന്നിട്ടുണ്ട്. എന്തായാലും പരസ്യമായിട്ട് അവരാരും അങ്ങനെ ഒരു കാരണം ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ ഇപ്പോൾ ഇടതുപക്ഷത്തിനാണ്. അത് ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായി നിൽക്കുകയാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് അങ്ങനെ ഒരുത്തരുടെ പിന്തുണ കിട്ടുന്നതൊക്കെ ചിലപ്പോൾ നേട്ടമാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നും. പക്ഷേ നിരന്തരമായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾ, അത് ഇടതുപക്ഷത്തിനുണ്ടാക്കുന്ന അപമതിപ്പ്, പരസ്യമായി തന്നെ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന അവസ്ഥ, യഥാർത്ഥത്തിൽ എന്നിട്ടും ഈ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ചേർത്തു പിടിക്കുകയാണ് CPM. അത് CPM-ന് ബാധ്യതയായി മാറുമോ? നമ്മുടെ CPM-ന്റെ സെക്രട്ടറി ഗോവിന്ദ മാസ്ക് നാട്ടിലുണ്ട് വെള്ളാപ്പള്ളിനെ തള്ളിപ്പറയാൻ. അനാവശ്യമായിട്ടുള്ള വാക്കുകളും ആവശ്യമില്ലാത്ത വാക്കുകളും പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തിലുണ്ട്. കോൺഗ്രസ് വിരോധമാണ് അയാൾക്ക്. അയാൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വക്താവാണ് അയാള്. പിണറായി വിജയന്റെ വാല് തൂങ്ങി നടക്കുന്ന ആള്. അല്ലാണ്ട് SNDP-യിലെ ഒരു സമുദായ നേതാവല്ല. SNDP-ക്കാര് വരെ അവനെ അടിക്കാൻ നടക്കണ്. ഇന്നലെ എത്ര നിങ്ങളെ ന്യൂസ് കിട്ടിയില്ല, എത്ര SNDP-യിലെ ആൾക്കാർ പറഞ്ഞു ഇയാളെ തോക്കാൻ പറ്റുന്നില്ലാന്ന്. ഇലക്ഷൻ വരുന്ന സമയത്ത് ഇയാൾ പൈസ ഇറക്കിയിട്ട് ഇയാൾ സെക്രട്ടറി ആവണമെന്നാണ്. അല്ലാണ്ട് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ആ സമയത്ത് കേസ് കൊടുക്കുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയൊക്കെ വേണം. അങ്ങനെ ഒരു ആരോപണം വെറുതെ ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ല. അല്ല എന്റെ കിരൺ സാർ അംഗീകരിക്കുന്നത് അല്ലാണ്ടൊന്നും ശ്രീനിവാസൻ, അത് അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ട് ആ ഇലക്ഷനിൽ ജയിക്കുമ്പോൾ നിങ്ങളത് കാശ് കൊടുത്തിട്ടാണ് വോട്ട് നേടി ജയിച്ചതെന്നൊക്കെ പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പണം കൊടുത്ത് നിങ്ങൾ പിടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. അല്ലാതെ നമ്മൾ അത്തരം ആരോപണം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയല്ല, പൈസകൾ ഇറക്കിയിട്ട് ഞാൻ പൈസ താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് ഒരു പൊതുവേദിയിൽ, എനിക്ക് താങ്കളുടെ ഉദ്ദേശം തള്ളിപ്പറയുകയൊന്നുമല്ല. പൊതുവേദിയിൽ നമ്മൾ അത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കയ്യിൽ ഒരു തെളിവോ ആരോപണമോ കേസോ എന്തെങ്കിലും വേണം. അല്ലാതെ നമ്മൾ അങ്ങനെ ആരോപിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. താങ്കൾ പറഞ്ഞ സ്പിരിറ്റൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല ശരി, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോപണം ഞാൻ പിൻവലിക്കാം. മതിയോ? താങ്കൾ പറഞ്ഞോളൂ. ഞാൻ പിൻവലിച്ചു. മനസ്സിലായ ഈ പിണറായി വിജയന്റെ വാക്ക് കേട്ട് ഇയാളെ കൊണ്ട് കാറുകൾ കയറ്റി ആ മഹാസംഗമം, അയ്യപ്പ സംഗമം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി? കള്ളന്മാർക്ക് വേണ്ടിയിട്ടാ നടത്തിയത് അയ്യപ്പ സംഗമം.
ഇപ്പൊ അയ്യപ്പ സംഗമത്ത് ഇവിടെ ശബരിമലയത്തെ ഇന്നത്തെ ന്യൂസിലുണ്ട്. നിങ്ങളുടെ ന്യൂസ് ആയിട്ട് തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ സ്വർണങ്ങൾ, 7 പാടുകൾ, എത്രയോ സ്വർണങ്ങൾ വളരെ വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിവാകരൻ, യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഉണ്ട് എന്ന് വരുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതൊരു ബാധ്യതയാണോ? ഇപ്പോഴത്തെ സാറേ നമസ്കാരം, ഈ ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഏത് പാർട്ടി ഇയാളെ പിന്തുണ ഏറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് അനർത്ഥയുണ്ടാവും. ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പല്ലളിച്ചിട്ട് റെസ്പെക്ട് മേലെ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാണ്ട് ഒരു കളവനായിട്ടില്ല ഇയാൾ. ഞാനും കളവൻ തന്നെയാണ്, 10-24 വയസ്സായി. പക്ഷെ നമ്മൾ ആളോട് ലിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് അല്ലേ. എന്തെന്നാ കളിച്ചു കൂട്ടി ഇയാളെയല്ല ഉന്നത സ്ഥലത്ത് വെച്ചിട്ട് ഇവർ ആകെ അലാക്കാണ്ട രീതിയിലുള്ള ഇയാളെ പുറപ്പാട്. അതുമല്ല വൺ റീജിയൻ വൺ കാസ്റ്റ് വൺ കോഡ് ഫോറം എന്ന മതേതര രാജ്യ നിരന്തരമായിട്ട് മുസ്ലിമിനെയും മറ്റുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാളെ പിടിച്ചു കെട്ടാൻ ആളില്ലേ, ഒന്നിക്കൽ ചികിത്സ നടത്തുക, അല്ലെങ്കിൽ ആ സ്ഥാനത്തുനിന്ന് പോക്കുക. ഇത് ആ പാർട്ടിക്ക് ദോഷമല്ല. വരും ഏത് പാർട്ടി ഇയാളെ പിടിച്ചാലും എല്ലാവർക്കും അനർത്ഥം ഉണ്ടാവും സാറേ. എല്ലാവർക്കും അത് മനസ്സിലാകുന്ന, ഞാൻ എപ്പോഴും പറയുന്ന പോലെ മനുഷ്യന് ബുദ്ധിയും വകതിരിവുണ്ട്. പക്ഷിമൃഗാദികൾക്ക് വകതിരിവില്ല, ബുദ്ധിയുള്ളൂ. ഇയാൾ ആ കൂട്ടത്തിൽ പൊതുവനല്ലേ പറ്റൂ. ഒരു പ്രായം കൊണ്ട് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് ഞമ്മക്കൊന്നും വരൂല. പക്ഷെങ്കിൽ ഞമ്മക്കൊന്നും ഈ സമയത്ത് ഇനി മരിക്കുന്നവരെ വരൂല എന്നുള്ള ധാരണയുണ്ട്. പക്ഷെ ഇങ്ങനെയും ഒരു എല്ലാവരും കേൾക്കുന്ന ഇന്നലെ മാധ്യമ പ്രവർത്തകർ പാവം അവര് ജീവിക്കാനല്ല, അവരിത് ജേർണലിസം പഠിപ്പിച്ച് അവരാ കടമയല്ല അവര് നിർവഹിച്ച സാറേ. എന്നിട്ട് എന്തെന്നാ ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് ശ്രീ സന്തോഷാണോ വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളിയുടെ പിന്തുണ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ വെള്ളാപ്പള്ളിനെ ഒരു രാഷ്ട്രീയക്കാരും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പുള്ളി ഇപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കുതിര കച്ചവടത്തിന് വേണ്ടിയുള്ള പുറപ്പാടാണ്. അതുപോലെ NSS അതേപോലെയാണ്. ഈ വർഗീയ പാർട്ടികളെയൊക്കെ നേരത്തെ നിരോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇന്ന് ഓർത്തത് വാണിജ്യ സിലിണ്ടറിന് 111 രൂപ കൂട്ടി. ആ വിഷയം വല്ലതും ചർച്ച ചെയ്യുന്ന ഞാൻ ഓർത്തത്. അല്ലാതെ ഈ വെള്ളാപ്പള്ളിയുടെ വിഷയമൊക്കെ നമുക്ക് എന്തിനെന്നാണ് എനിക്കൊരു സംശയം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം ഞങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുന്നു. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളിയുടെ പിന്തുണ വോട്ട് കൂട്ടുമോ അതോ കുറയ്ക്കുമോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. താങ്കൾ കുറെ ചാനലുകളല്ലേ ഈ വെള്ളാപ്പള്ളിയെ വരുന്നത്. ഞാൻ അന്നേ മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം വെള്ളാപ്പള്ളി പറഞ്ഞപ്പോ അന്ന് പറഞ്ഞതല്ലേ ഞാൻ, ഈ വെള്ളാപ്പള്ളിക്ക് എന്ത് അധികാരമാണ് സാർ? കേരളത്തിലൊരു വോട്ടെടുപ്പിന് നിന്നാൽ 1% പിന്തുണ കേരളത്തിൽ കിട്ടുമോ? എന്തിനാ ഈ ഊതി വീർപ്പിച്ച ബലൂണിനെ ഈ ചാനലുകൾ ഇങ്ങനെ വലുതാക്കുന്നത്? ഇദ്ദേഹത്തിന്റെ വാക്കുകളുടെ ചാനലുകൾ കൊടുത്തിട്ടല്ലേ ഞങ്ങൾ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് താങ്കൾക്കും താങ്കളെപ്പോലുള്ള ചാനലുകൾക്ക് അതിന് ഉത്തരവാദിത്വം. ഇത് ഇടതുപക്ഷത്തിന് നാശമേ ഉണ്ടാവൂ. അതിന് യാതൊരു സംശയം വേണ്ട. അദ്ദേഹത്തിന് സമനില തെറ്റിയ രൂപത്തിലല്ലേ സംസാരിക്കുന്നത്. മലപ്പുറം ജില്ല പ്രത്യേകമാണ്, മലപ്പുറം മുസ്ലിങ്ങൾ അങ്ങനെയാണ്, പച്ചക്കല്ലേ പറയുന്ന ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ആരായാലും അധികാരം കൊണ്ട് കേസടിക്കണം ഇദ്ദേഹത്തിന്റെ പേരിൽ. ഇദ്ദേഹത്തിന് ഇപ്പൊ നേരത്തെ പ്രേക്ഷകർ പറഞ്ഞ പോലെ അധികാരം ആർക്ക് കിട്ടുന്നോ അങ്ങോട്ട് ചായാൻ വേണ്ടിയുള്ള കളിയാ. ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിന്റെ ധാരണ? മാടമ്പിയോ? ഇദ്ദേഹത്തിന്റെ കുറച്ച് പണം ഉണ്ടെങ്കിൽ അവരും അവരുടെ കുടുംബവും അല്ലാണ്ട് നാട്ടിലെ പബ്ലിക്കിന് എന്ത് പ്രശ്നം ഇദ്ദേഹം കൊണ്ട്? ഇദ്ദേഹത്തിന്റെ പ്രസ്താവനകളുടെ നാശങ്ങളല്ലേ ഉണ്ടാകുന്നത്? ആരായില്ലേ? അതുകൊണ്ട് താങ്കളെപ്പോൾ ചാനൽ ഇദ്ദേഹത്തിനൊന്നും ഒരു മെജോറിറ്റി കൊടുക്കരുത്, ഒരു പബ്ലിസിറ്റിയും കൊടുക്കാൻ പാടില്ല. കാരണം ഇത് അങ്ങേരെ തെറ്റാ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം ആരാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തെറ്റാണോ ശരിയാണോ ഒക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ SNDP യൂണിയന്റെ ജനറൽ സെക്രട്ടറിയാണ്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് പ്രത്യേക പ്രാധാന്യമൊക്കെ ഉണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ ഗുണമാകാം ദോഷമാകാം, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളതുമാണ്. അതിനും സംശയമൊന്നുമില്ല. അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ കൊടുക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് കടുപ്പമാണ്. വേണമെങ്കിൽ കൊടുക്കുന്നതിന്റെ അളവ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ പറഞ്ഞതിനകത്ത് വേണമെങ്കിൽ അതൊന്ന് പരിഗണിക്കാതെ, പക്ഷേ അല്ലാതെ ഈ കൊടുക്കരുത് അദ്ദേഹം പറയുന്നതിനൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടുപോകും നമ്മൾ. അല്ല സർ, ഞാൻ ചോദിക്കുന്നത് അതല്ല. സാറ് പറഞ്ഞ് വളരെ പ്രസക്തി ഉണ്ട്. ഇവിടെ പബ്ലിക്കിന്റെ മുമ്പിൽ അത് വോട്ടിംഗ് വെക്ക്.
വോട്ടിങ്ങിനിടി, ഇന്ന് തന്നെ വോട്ടിങ്ങിനിടി. ഈ സമുദായ നേതാക്കൾക്കൊന്നും അതില്ലല്ലോ. ഈ സമുദായ നേതാക്കളും അതിനി ഏത് സമുദായത്തിൻ്റെ ആയാലും സമുദായ നേതാക്കൾ എല്ലാവരും കരുതുന്നത് അവരുടെയൊക്കെ ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണ് അവർക്കെല്ലാം മുന്നിൽ പോയി അവർക്ക് വിധേയരായി നിന്നുകൊണ്ട് അവർക്ക് ഈ ഇല്ലാത്ത പ്രാധാന്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്. അല്ല, അത് ഈ ചാനലുകൾ കണ്ടിട്ടാണ് അവർ ഭയപ്പെട്ടിട്ട് ഒച്ചാനിച്ച് നിൽക്കുന്നത്. ചാനലുകളൊക്കെ വരുന്നതിന് എത്രയോ കാലം മുമ്പേ ഈ ഓരോ സ്ഥലത്തും ഈ പെരുന്നയിലായാലും അല്ലെങ്കിൽ വിവിധ അരമനകൾ ആയാലും അതുപോലൊപ്പം തന്നെ കണിച്ചുകുളങ്ങരായാലും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ക്യൂ നിന്ന് പോയി അവരെ കാണുകയും അവർക്ക് മുന്നിൽ വിധേയരായി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. സാർ, അന്നൊക്കെ ആർജവുള്ള നേതാക്കളായിരുന്നു അതിന്റെ തലപ്പത്ത്. ഇപ്പൊ വാലാട്ടികൾ എന്ന് പറയണം. അവസ്ഥ പറയുമ്പോൾ മോശമാണെങ്കിൽ സാർ ക്ഷമിച്ചോ. ഇപ്പൊ വാലാട്ടികളാണ് ഇതിന്റെയൊക്കെ നേതൃത്വത്തിൽ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ രമേശനാണ്. രമേശൻ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രമേശൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഏതെങ്കിലും ഒരു മുന്നണിക്ക്, ഇപ്പോൾ ഇടതു മുന്നണിക്കാണ് അല്ലെങ്കിൽ CPM എന്ന് വേണമെങ്കിൽ പറയാം, CPIക്ക് പിന്തുണയില്ല, അപ്പോൾ അത് CPM ഒരു ബാധ്യതയായി മാറുകയാണ്. ശ്രീ രമേശൻ, താങ്കൾ പറഞ്ഞോളൂ. അതായത് ഒന്നാം പിണറായി വിജയൻ മന്ത്രിസഭ കാലത്ത് ദേവസ്വം വകുപ്പ് ആദ്യം കൈകാര്യം ചെയ്ത് ജി സുധാകരൻ സാറാണ്. സാർ ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അറിയാം. അങ്ങനെ ജി സുധാകരൻ സാറിനെ പെട്ടെന്ന് മാറ്റുന്നു, എന്നിട്ട് ആ വകുപ്പെടുത്ത് കടകംപള്ളിക്ക് കൊടുക്കുന്നു. 2 ഓർഡിനൻസ് കൊണ്ടുവന്ന് മാറ്റുന്നു. സാറിന് ശ്രദ്ധിച്ചാൽ മതി, ഈ സ്വർണ്ണ കേന്ദ്രം അവിടാണ്. ഈ SIT അന്വേഷിക്കുന്നതൊന്നും അല്ല അതിന്റെ പ്രധാന കേന്ദ്രം. മേളിൽ നിന്ന് താഴോട്ട് അന്വേഷിക്കണം. സാറും ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ ശരിയാണോ? ശരി, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഒരുപാട് ദിവസം ആ വിഷയം ചർച്ച ചെയ്തതാണ്, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ശ്രീ പ്രദീപാണ് ആറ്റിങ്ങലിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ഈ സമുദായ നേതാക്കളുടെ ഒക്കെ പിന്തുണ ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു നേട്ടവും സ്ഥാനാർത്ഥികൾക്ക് ഒരു നേട്ടമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പലരുടെയും പിന്തുണ പല സ്ഥാനാർത്ഥികൾക്ക് മുന്നണികൾക്ക് ബാധ്യതയായി വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയുടെ വിഷയമാണ്. അതിൽ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പോസിറ്റീവായിട്ടാണോ അതോ മറ്റു തരത്തിലാണോ? ഇതില് വേറെ എന്തോ സാറേ, ഇത് എന്ന് പറഞ്ഞാൽ CPM സംബന്ധിച്ചുള്ള എന്താണ് വെള്ളപ്പള്ളി നടക്കുന്നത് ഒരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞാൽ സാമൂഹിക നേതാവാണ്, കുഴപ്പമില്ല, ഒരു സംഭവമില്ല. പിന്നെ ഒന്ന്, കേരള ജനത മൊത്തത്തിൽ എന്താ ആഗ്രഹിക്കുന്നത്? CPM അങ്ങനെയല്ല, ഇറങ്ങിപ്പോട്ടെ. പിന്നെ ഈ നേതാവ് വിചാരിച്ച വല്ലതും നടക്കുമോ? ഇതൊന്നും ഒരു പ്രശ്നമല്ല. CPM സംബന്ധിച്ചുള്ള ഒന്നുമല്ല. ശരി, ഓക്കെ. അവർക്കറിയാം ജയിക്കാനും കാര്യങ്ങളും അറിയാം. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ പ്രദീപാണ് മറ്റു പ്രദീപ്, ഇടുക്കിയിൽ നിന്നാണ് പ്രദീപ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ യഥാർത്ഥത്തിൽ CPM ഒരു ബാധ്യതയായി മാറുകയാണോ? കുറച്ച് ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. മുസ്ലിം ഏരിയയിൽ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഗത്തേക്കൊന്നും ബാധ്യതയായിട്ട് മാറിയിട്ടില്ല. പിന്നെ ആ പുള്ളിക്ക് ചുമന്ന് നടക്കാണ്ടിരിക്കുക. എന്തിനാ ചുമ്മാ സമുദായ നേതാക്കളൊക്കെ ചുമന്ന് തലകയറ്റിക്കൊണ്ട് നടക്കും. BJP ആണെങ്കിലും BDJസിനെയും തലയ്ക്ക് ഉള്ള വോട്ടൂടെ പോവുള്ളൂ. BDS നേരത്തെ വല്ലയിടത്തും ജയിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മറ്റേ പുള്ളി ചുമന്നിട്ട് വന്നാൽ 10 വോട്ട് കിട്ടാറുണ്ട്, 5 വോട്ടേ കിട്ടുള്ളൂ. അത് പകുതി പോവും. മുസ്ലിം സൈഡിൽ അവർ കുറെ പേരൊന്നും വോട്ട് ചെയ്യില്ല. അതാണ് സംഭവം പറ്റിയത്. അതിനൊക്കെ ഒഴിവാക്കി കളയല്ലേ അല്ലേ ഏറ്റവും പറയാം. പിന്നെ അങ്ങനെ കുറെ പ്രായമായി, എന്നാ പറയുന്നത് അങ്ങനെ തന്നെ അറിയാൻ പറ്റില്ല. അത് തന്നെ സംഭവം. വയസ്സ് 90 ഒഴിവാക്കി വിളിക്കുന്നതല്ല, വയ്യ ഒഴിവാക്കി വിളിക്കുന്നതല്ല. എല്ലാവരും അത് തന്നെ ചെയ്യേണ്ടത്. ഈ സാമുദായിക നേതാക്കളെ കൊണ്ട് നടക്കാണ്ടിരിക്കുന്നതല്ലേ. ഇപ്പൊ BDSനെ കൊണ്ടുവരുന്ന BJPക്ക് വോട്ട് കുറയത്. BDJസിനെ കൊണ്ടുവരുന്ന BJPക്ക് വോട്ട് കുറഞ്ഞു എന്ന് ശ്രീ പ്രദീപ് പറയാനാവില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BDJസിന്റെ വരവ് BJPയുടെ കേരളത്തിലെ വളർച്ചയിൽ നാളെ അവർ എങ്ങോട്ട് മാറിപ്പോണെന്ന് തന്നെ അറിയാൻ പറ്റും. അവർ ഭാരം വെച്ചിട്ട് നോക്കിയ കാരണം എങ്ങനെയാണ് പ്രദീപേ? അതിപ്പോ അവര് മാറുവായിരുന്നു. അല്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് BDJസിന്റെ വരവ് കേരളത്തിലെ BJPയുടെ വളർച്ചയിൽ വളരെ നിർണായകമായ ചില ഇടപെടലുകളൊക്കെ നടത്തിയ ഒരു പാർട്ടിയാണത്. അവർ ജയിച്ചോ ജയിച്ചില്ലയോ പരാജയപ്പെട്ടത് വേറെ കാര്യം. ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടേ ഒരു കേസും കാര്യങ്ങളും ഉണ്ടായിരിക്കും കേന്ദ്രത്തിലും കേരളത്തിലും പിടിപിടിച്ചത്. അല്ലാണ്ട് വ്യക്തമാണ്. ശ്രീ അനീഷാണ് ഹരിപ്പാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അനീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഈ CPM ഒരു ബാധ്യതയായി മാറുകയാണോ? സത്യം പറഞ്ഞ ആദ്യം ഒരു കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. CPIM-നും LDF-നും ബാധ്യത CPI എന്ന ഒരു പാർട്ടിയാണ്. അവർ ഒരു മണ്ഡലത്തിൽ പോയിട്ട് ഒരു വാർഡിൽ പോലും ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു പാർട്ടിയാണ്. ശ്രീ അനീഷ, ഒരു ചെറിയ സംശയം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം സീറ്റൊക്കെ കൊടുത്ത് CPIയെ മുന്നണിയുടെ ഭാഗമായി നിർത്തുന്നത്? അവരില്ലാതെ CPM ഒറ്റയ്ക്ക് ജയിക്കാൻ ഉള്ള ശേഷിയുണ്ടോ? CPI
CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും ഇടതുപക്ഷ CPM-നെ അതൊക്കെ അവിടെ ഏറ്റവും നിൽക്കട്ടെ. കൂടുതൽ അത് പോട്ടെ. താങ്കൾ പറഞ്ഞത് ഇതിന്റെ ബാധ്യത എന്ന് പറഞ്ഞല്ലോ. CPI ഇല്ലാതെ ഞാൻ ചോദ്യം ഇത്രേ ഉള്ളൂ. ശ്രീ അനീഷ് കേൾക്കൂ, അനീഷ് ഒന്ന് കേൾക്കൂ. CPI ഇല്ലാതെ CPM-ന് കേരളത്തിൽ നിലവിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അധികാരത്തിൽ വരാൻ ഉള്ള ഒരു ഭൂരിപക്ഷം നേടാനുള്ള കരുത്തുണ്ടോ? എന്താണ് സംശയം? ഏത് വർഷമാണ് അങ്ങനെ അധികാരം നേടിയിട്ടുള്ളത്? ആ തെരഞ്ഞെടുപ്പ് പറയൂ, താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. പ്രവർത്തകരാണ്. താങ്കൾ ആ തെരഞ്ഞെടുപ്പ് ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഏത് തെരഞ്ഞെടുപ്പ്? നമ്മുടെ ഏത് തെരഞ്ഞെടുപ്പിലാണ് CPI ഇല്ലാതെ CPI-യുടെ കൂടി സഹായത്തോടു കൂടിയാണ് CPM-ന് കേരളത്തിൽ LDF-ന് വിജയിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് CPI കൂട്ടി നിർത്തിയിരിക്കുന്നത്. അല്ലാതെ CPI ഉള്ള വലിയ സ്നേഹം കൊണ്ടൊന്നും അല്ല CPM കൂട്ടി നിർത്തിയിരിക്കുന്നത്. അത് എല്ലാ മുന്നണിയിലും എല്ലാ പാർട്ടികളും നിർത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ആ പാർട്ടികൾ വേണം, അല്ലെങ്കിൽ ഞങ്ങൾ തോറ്റു. അവർക്ക് ചിലർക്ക് ജയിപ്പിക്കാനും തോൽപ്പിക്കാനുള്ള ശേഷി അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കൂടെ കൂട്ടി നിർത്തിയിരിക്കുന്നത്. അല്ലാതെ അവരെ ചവിട്ടിക്കളയണം പുലർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായതുകൊണ്ടാണ് കൂട്ടി നിർത്തിയേക്കുന്നത്. എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ പിന്തുടരുന്നതിന്റെ ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ പിന്തുടരുന്ന പല രാഷ്ട്രീയ പാർട്ടികളില്ലായിരുന്നു. ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുകയല്ലേ UDF അല്ലേ വരും. ഓക്കെ, രണ്ടാമത്തെ കാര്യം വെള്ളാപ്പള്ളി നടേശന്റെ കാര്യം. അതല്ലേ നമ്മുടെ അല്ലാതെ ചുമ്മാ വെറുതെ ഒരു പാർട്ടിയെ വന്നിട്ട് ആ പാർട്ടിക്കെതിരെ വിമർശനമൊക്കെ പറയാം. പക്ഷെ അവരാണ് ചവിട്ടി പുറത്താക്കേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടത്. അല്ലാതെ വെറുതെ വർത്താനം തർക്കിക്കേണ്ട വിഷയമല്ല. ഒരു നമ്മുടെ LDF-ന്റെ ഒരു കൂട്ടുകക്ഷി ആയതിന്റെ പേരിൽ CPM പ്രവർത്തകരാണ് CPI-ക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിക്കുന്നത്. അതെല്ലാം ശരിയായിരിക്കും. പക്ഷെ CPI കൂടി ഇല്ലാതെ ജയിക്കാൻ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെന്താ സംശയം? അത് എന്നാ കഴിഞ്ഞിട്ടുള്ളത്? എന്നാ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കൂ. ഏത് തെരഞ്ഞെടുപ്പാണ് ചൂണ്ടി കാണിക്കേണ്ടിയിരിക്കേണ്ടത്? കേരള ചരിത്രത്തിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPI ഇല്ലാത്ത ഘട്ടത്തിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. CPI കൂടി ഉണ്ടെങ്കിൽ മാത്രമേ LDF ഇതുവരെ ജയിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. അല്ലാതെ എല്ലാവരും പരസ്പരം അങ്ങോട്ട് വലിയ സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല. ഏത് ആദർശത്തിന്റെ പുറത്താണ് കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയത്? അങ്ങനെയൊന്നുമല്ല. ജയിക്കാൻ അവർ കൂടി വേണം എന്നതുകൊണ്ട് അവരെയും കൂടെ കൂട്ടുന്നു. അത് ചില സാഹചര്യങ്ങളിൽ ചില ഏരിയകളിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി സാഹചര്യത്തിൽ ആരെ കൂടെ കൂട്ടാം എന്നുള്ളത് കടുത്ത രാഷ്ട്രീയമായി യോജിക്കാൻ കഴിയാത്തവരൊഴികെ ബാക്കി എല്ലാവരെയും കൂടെ കൂട്ടും. കേരളം ഒട്ടുക്ക് ശക്തമായ ഒരു പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. ചില ഏരിയകളിൽ ചില ശക്തികൾ കാണും. അത് ഏതൊരു ലോക്കൽ പാർട്ടി എടുത്താലും അങ്ങനെയല്ലേ ശ്രീ അനീഷ് എല്ലാവരുടെയും കാര്യം കാണാൻ സാധിക്കൂ. അങ്ങനെയല്ലേ ഇപ്പൊ ലീഗിന്റെ കാര്യം അങ്ങനെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളല്ലേ ശക്തിയുള്ളൂ. കേരള കോൺഗ്രസ് എമ്മിന് അവരുടെ ശക്തി കേന്ദ്രങ്ങളല്ലേ ഉള്ളൂ. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനും ലീഗിനും ഉള്ള ശക്തി കേന്ദ്രങ്ങൾ മാത്രമാണെങ്കിൽ CPI-ക്ക് അങ്ങനെയല്ല. കുറെ കൂടി സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതുപോലെ ശക്തി കേന്ദ്രമില്ല. അല്ല, CPI അടച്ചാക്ഷേപിക്കുകയല്ല. ചില കാര്യത്തിൽ PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ CPM-നെയും ഗവൺമെന്റിനെയും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമല്ലായിരുന്നു. PMCയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയം നടപ്പാക്കാൻ പോകുമ്പോൾ അത് പറ്റില്ല എന്ന് പറയേണ്ട ഒരു ഇടതുപക്ഷ ഉത്തരവാദിത്തമല്ലേ? അല്ല, ഇന്ത്യയിലുള്ള കോൺഗ്രസ് ഭരിക്കുന്നതും ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ നയം തന്നെയാണെങ്കിൽ പിന്നെ CPM-ന് പ്രത്യേകമായിട്ട് മാറ്റിയ CPM-ന്റെ നയം കേന്ദ്ര നയമടക്കം വെച്ചേക്കുന്നത് കിട്ടണ്ടായോ? ശരി അനീഷ്, എന്തായാലും അനീഷ് വേറെ വിഷയത്തിൽ വെള്ളാപ്പള്ളിയുടെ കാര്യം കൂടി പറഞ്ഞില്ല. അത് പറയാനും കൂടെ അല്ലേ വിളിച്ചത്. ശരി, ഓക്കെ. എന്തായാലും ഇത്രയും സമയം എടുത്താലും നമുക്ക് മറ്റൊരു പ്രശ്നം ശ്രീ ഉണ്ണികൃഷ്ണനാണ് ചടയമംഗലത്ത് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളുടെ സമുദായ നേതാവിന്റെ പിന്തുണ സാധാരണഗതിയിൽ ഏത് പാർട്ടിക്കും മുന്നണിക്കും നേട്ടമാവേണ്ടതാണ്? അത് നേട്ടമാവുകയാണോ? ഇപ്പോൾ ഇടതുമുന്നണിക്ക് അതൊരു ബാധ്യതയാവുകയാണോ? സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാറും ഞാനും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ബലം എന്ന് പറയുന്നത് SN ട്രസ്റ്റിന്റെ ഒരു ബലം തന്നെയായിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്ത് SNDP എന്ന് പറയുന്ന സമുദായത്തിന്റെ ഏകദേശം 90% ആൾക്കാരും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് അതിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സന്തോഷത്തോടെ വരവേറ്റ ആൾക്കാരാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ആലപ്പുഴ ജില്ല ഇന്നും അന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SN ട്രസ്റ്റിന്റെ തീരുമാനത്തിനനുസരിച്ച് നീങ്ങുന്നതാണ്. അതുകൊണ്ട് സമുദായ സംഘടനകളെ നമ്മളങ്ങനെ തള്ളിക്കളയാൻ. ആലപ്പുഴ ജില്ലയൊന്നും അങ്ങനെ ഒരു SNDP-യുടെ നേതാക്കൾ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ജയിക്കാനോ തോൽക്കാനോ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കണം എന്ന് പരസ്യമായി പറഞ്ഞ സ്ഥാനാർത്ഥികൾ 3 പേരും ജയിച്ച ചരിത്രമടക്കം ആലപ്പുഴയിലുണ്ട്. അതൊക്കെ ഉണ്ടാവും സാറേ, അതൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഞാൻ ഒരു പൊതുവെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അല്ല, പൊതുവായി താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. SNDP പ്രദാനം ചെയ്യുന്ന സമുദായത്തിൽപ്പെടുന്ന ആളുകളെ CPM എന്ന് പറയുന്ന സംഘടനയുടെ നട്ടലാണ്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും ആ സംഘടനയിൽ നിൽക്കുന്നു എന്നൊക്കെ, അതൊക്കെ സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് SN ട്രസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളാപ്പള്ളി നടേശനുമായിട്ടോ ഒന്നും ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല. ഇല്ല സാറേ, ഞാനങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്ന അതാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇല്ല. അന്ന് എന്റെ തൊട്ട് മുമ്പ് സംസാരിക്കാനൊക്കെ ഉള്ള പ്രഗത്ഭരായ നേതാക്കന്മാരായിരുന്നു. ജനങ്ങൾ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു ആ ട്രസ്റ്റിലുള്ളതും.
അതിനുശേഷം വന്ന കാലഘട്ടത്തിലേക്കാണ് ഇതിങ്ങനെ ആകെ പ്രശ്നങ്ങളായി അപ്പഴപ്പോഴുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഈ സമുദായ നേതാക്കന്മാർ അവരുടെ കുടുംബക്കാരെ അവരുടെ ബന്ധുക്കളെയൊക്കെ സർവീസിൽ കയറ്റാനും അവരുടെ കാര്യങ്ങൾ നടത്താനും വേണ്ടി ഈ നിൽക്കുന്ന ഒരു സിസ്റ്റം അതിനുശേഷമാണ് ഉണ്ടായത്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ഒരു ബാധ്യതയായോ? അതല്ലേ സാറിന്റെ ഇന്നത്തെ ചോദ്യം? അതെ. ഹലോ, ആ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത ആയി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ മുറിവാണ് അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യ സമയത്ത് ഈ മുറിവേൽപ്പിച്ച സമയത്ത് ഒരു പോറൽ മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡോക്ടർ അതിനെ ചികിത്സിച്ചില്ല. അന്നേ ചികിത്സിച്ചിരുന്നെങ്കിൽ അതങ്ങ് ഉണങ്ങിയനെ. പക്ഷെ ആ മുറിവിൽ വീണ്ടും വീണ്ടും കുത്തി അതിപ്പോ ഒരുവിധം ക്യാൻസറായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കൈപ്പറ്റയ്ക്ക് കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ BDJS ഇല്ലെങ്കിലും BJPക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു രീതി ആയിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ. വേറൊന്നുമല്ല, ഈ BJP ആയിട്ട് സഹകരിച്ചുകൊണ്ട് വരുന്ന പല BDJS ആൾക്കാരും ഇപ്പം BDJS ഇതിൽ നിന്ന് പിൻവലിച്ചു പോയാൽ ഇതിൽ നിന്ന് പോവാത്ത രീതിയിൽ ഏകദേശം പകുതിയിൽ കൂടുതൽ 90% കാവി കളറായി മാറിയിരിക്കുകയാണ് ഇവരുമായിട്ട് സഹകരിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനം. BJPക്ക് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവന എന്ന് പറയുന്നത്, വളർച്ചയിൽ നൽകിയ ഏറ്റവും നിർണായകമായ ഘടകം BDJS ആണെന്ന് പറയാനുള്ള റീസണും അത് തന്നെയാണ്. അത് തീർച്ചയാണ്. അവർ പോകാതെ നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് നമ്മൾ പറയുന്ന കണക്കല്ല, ശക്തമായൊരു ത്രികോണ മത്സരം, പകുതിയിൽ കൂടുതൽ സീറ്റുകളിൽ 150 സീറ്റിൽ പകുതിയിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകുകയും നാളെ സമയത്ത് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും വയ്യാത്ത രീതിയിൽ ചില പഞ്ചായത്തുകൾ ഇപ്പോൾ ആകെ ശ്വാസം മുട്ടുന്ന രീതിയിൽ നമ്മുടെ അസംബ്ലി ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട്. ശരി, എന്താ അത്ര വലിയ ത്രികോണ മത്സരത്തിനുള്ള ചാൻസ് ഒന്നും കേരളത്തിൽ നിലവിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഭാവിയിലെ എത്ര മാറിയാലും ഈ വരാൻ 4 മാസത്തിനുള്ളിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 70-അധികം മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടക്കേണ്ടണമെങ്കിൽ കേരളത്തിൽ BJP, കേരളത്തിൽ NDA അത്ര വലിയൊരു ശക്തിയായി ഈ കഴിഞ്ഞ അടുത്ത 3 മാസത്തിനുള്ളിൽ അങ്ങനെയൊന്നും മാറുന്ന ഒരു അവസ്ഥ എന്തായാലും നിലവിൽ കേരള രാഷ്ട്രീയ സാഹചര്യത്തിലില്ല. കേരള രാഷ്ട്രീയം അങ്ങനെ 2 മാസം കൊണ്ട് കുത്തിയൊലിച്ചു മാറുന്ന അവസ്ഥയൊന്നും ഉണ്ടാവാനില്ല. അങ്ങനെയാണെങ്കിൽ അത് മഹാത്ഭുതം എന്നൊക്കെ പറയേണ്ടി വരും. ശ്രീ ബൈജു ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബൈജു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളുടെ പിന്തുണ യഥാർത്ഥത്തിൽ CPM-ന് നിരന്തരം ബാധ്യതയായി മാറുകയാണോ? ബാധ്യത തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞു. അദ്ദേഹം ഈ മലപ്പുറത്ത് പോയിട്ട് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണെന്ന് സംസാരിച്ചു. അതേപോലെ ഇതിനു മുമ്പേ പാലായിൽ പോയും ഇങ്ങനെ പ്രസംഗിച്ചു. അദ്ദേഹം പാലായിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവാണെന്ന്. കഴിഞ്ഞ 30 വർഷമായിട്ട് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടാത്തതിന്റെ അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ടാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടാത്തത്. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ സ്ഥിരം പ്രസംഗിക്കുന്ന പതിവാണ്. മുമ്പേ പാലായിലും പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ താങ്കൾ. ഇങ്ങനെ പാലായിലും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായിയാണ് ഭരിക്കുന്നത്. പിണറായിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവാദം കൊടുക്കേണ്ടത്. അതിന് മുമ്പേ നയനാർ ഭരിച്ചപ്പോഴും അദ്ദേഹം SNDP-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും 5 കൊല്ലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവരൊക്കെയായിരുന്നു കൊടുക്കേണ്ടത്. അവരുടെ കയ്യിൽ നിന്നാണ് നേടിയെടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് നേടിയെടുത്തില്ല. അല്ലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയെടുത്തിട്ട് അദ്ദേഹത്തിന് എന്തോ ചെയ്യാനാണ്? ഇപ്പൊ കുട്ടികളെല്ലാം കുറഞ്ഞു വരുക. വിദ്യാഭ്യാസ എയ്ഡഡ് സ്കൂളിൽ നിന്ന് 500 അധ്യാപകരെ പിരിച്ചു കൊടുക്കുന്നു. കോളേജിൽ വിദ്യാർത്ഥികളില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടുന്ന എന്തിനാ? മാനേജ്മെന്റ് വഴി നിയമനങ്ങൾ നടത്താനില്ലേ? ഈ മാനേജ്മെന്റ് വഴി നിയമനങ്ങൾ നടത്തുമ്പോൾ അതിൽ കിട്ടുന്ന ഇത് SN ട്രസ്റ്റിലാണോ അടയ്ക്കുന്നത്? നിങ്ങൾക്ക് പറയാമോ? SN ട്രസ്റ്റിന്റെ അക്കൗണ്ടിലേക്കാണോ പോകുന്നത്, അതോ അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടിലേക്കാണോ പോകുന്നത്? ഇത് ശരിയായി എല്ലാവരും നിരീക്ഷിക്കേണ്ട കാര്യമാണ്. വ്യക്തമാണ്. ശ്രീ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വെള്ളാപ്പള്ളി നടേശൻ്റെ നിരന്തരമായ പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ നിരന്തരമായ നിലപാടുകൾ, അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പരസ്യമായി ഇടതുപക്ഷത്തെ അനുകൂലിക്കുമ്പോഴും അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വഭാവത്തിന് ഒരു ബാധ്യതയായി മാറുകയാണോ? വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ചെറിയ തോതിൽ ബാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും അങ്ങേക്കൊരു 23% ഇഴവ സമുദായത്തിലെ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് അതിൽ നിന്നൊരു നല്ലൊരു ശതമാനം വോട്ട്, ഇഴവ വോട്ടുകളാണ് പണ്ട് മുതലേ CPM-ന്
കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വോട്ട് ബാങ്ക് ഒന്നും തകർക്കാൻ ഇനി ആർക്കും സാധിക്കില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രശ്നങ്ങൾ അത് മറ്റൊരു തരത്തില് ആണ് നമ്മൾ കാണേണ്ടത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും സംസ്ഥാന വ്യാപകമായി എന്റെ ചോദ്യം അതാണ്, വെള്ളാപ്പള്ളിയുടെ ഈ CPM പിന്തുണ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി CPM തമ്മിൽ ഒന്നിച്ചു പോകുന്ന ഒരവസ്ഥ അത് യഥാർത്ഥത്തിൽ CPM ഒരു ബാധ്യതയായി മാറുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് ഒരിക്കലും ബാധ്യതയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെങ്കിൽ യു ഡി എഫിലെ മുൻകാലങ്ങളിൽ യു ഡി എഫിലെ പല സഖ്യകക്ഷികളും ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകള് യു ഡി എഫിന് ബാധ്യതയായിട്ട് അവർ പിന്നീടും തിരിച്ചു വന്നിട്ടില്ലേ അധികാരത്തിലേക്ക്. അപ്പൊ അതിനെ കുറിച്ചൊന്നും നമ്മൾ പറയണ്ട. അപ്പം വളരെ സിമ്പിൾ ആണ്. ഈ വെള്ളാപ്പള്ളിയെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതുകൊണ്ട് CPM ഗുണമാണോ ദോഷമാണോ? വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്നതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്കാണ് തോന്നുന്നു. പക്ഷെ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി ഒരിക്കലും ഒരു ബാധ്യതയാവില്ല. കാരണം വെള്ളാപ്പള്ളി ഒരു ചെറിയൊരു നേതാവൊന്നുമല്ല. ഒരു 23% വരുന്ന അതാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട്. വെള്ളാപ്പള്ളി പറഞ്ഞാൽ 23% വരുന്ന കേരളത്തിലെ വിഭാഗമൊക്കെ വോട്ട് ചെയ്യുമോ? 23% വരുന്ന ഇഴവര് വോട്ട് ചെയ്യണ്ട, ഒരു 10% വോട്ട് ഉറപ്പിച്ചോളൂ. അപ്പൊ 10% വിഭാഗത്തിൽ 10% പേര് വെള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് ചെയ്യുമോ? വെള്ളാപ്പള്ളി പറഞ്ഞ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് അവരുടെ ഇഴവരെന്നും അവരോടൊപ്പം നിന്നിട്ടുള്ളവരാണ്. CPM എന്നും ഇഴവരോടുള്ള അവരനുകമ്പയും അവരുടെ സമുദായത്തിന് വേണ്ടി. അത് വേറെ കാര്യം ശ്രീ ജിൽസൺ, അതൊന്നുമല്ല വിഷയം. CPM ഈഴവ സമുദായമായിട്ടുള്ള ബന്ധവും വെള്ളാപ്പള്ളി പറഞ്ഞാൽ CPM വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി കോൺഗ്രസിന് പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ BJPക്ക് പറഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിൽ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു വലിയ ശതമാനം ഉണ്ടോ? അല്ല, വെള്ളാപ്പള്ളി ആവശ്യമില്ല. അത് സമുദായത്തിലെ ഇഴവ സമുദായത്തില് ഇന്നും വെള്ളാപ്പള്ളി പറയാതെ തന്നെ CPM വെള്ളാപ്പള്ളി പറയാതെ എന്നുള്ളതിക്കട്ടെ. കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു? പരസ്യമായി വെള്ളാപ്പള്ളി നടേശനെതിരെ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അതിരൂക്ഷമായ ആരോപണങ്ങൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉന്നയിച്ചുകൊണ്ട് ഇടതുമുന്നണി മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ഇടതുമുന്നണി അന്ന് വിജയിച്ചു. ആ വിജയത്തിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുമുന്നണി എല്ലാ കാലത്തും പ്രത്യേകിച്ച് CPM സഹായിക്കുന്ന ഈഴവ വിഭാഗത്തിന്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി അത് സംശയമില്ലാത്ത കേസാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളാപ്പള്ളിയെ പിന്തുണച്ചാൽ മാത്രമേ അങ്ങനെ വോട്ട് കിട്ടൂ എന്നുള്ള അവസ്ഥ. വെള്ളാപ്പള്ളിനെ പിന്തുണയ്ക്കുന്ന CPM പിന്തുണയ്ക്കുന്നതല്ലോ. വെള്ളാപ്പള്ളി CPM പിന്തുണയ്ക്കുന്നതിന് വെള്ളാപ്പള്ളിയോട് CPM പറയാൻ പറ്റുമോ വേണ്ടാന്ന്? അത് വെള്ളാപ്പള്ളിയെ കൊണ്ടു നടക്കുന്നത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നതൊക്കെ CPM അല്ലേ ഇപ്പോൾ? അല്ല, സംരക്ഷണ കവചം ഒരുക്കുന്നു എന്നുള്ള ഒരു സമുദായത്തിന്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഒരാൾക്കൊരു ഒരു കാറിൽ കയറ്റി അപ്പൊ മോശമായ പ്രസ്താവനല്ലേ ബിനോയ് വിശ്വൻ പറഞ്ഞത്? എന്റെ കാറില് വെള്ളാപ്പള്ളിനെ കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇത്രയും അയാൾക്ക് അത്രയും തരം താഴാൻ ഇനി അതിലും തരം താഴാൻ എന്താ ഉള്ളത്? ഇപ്പം അയാളുടെ കാറിൽ കയറിയിട്ട് വേണം വെള്ളാപ്പള്ളിക്ക് യാത്ര ചെയ്യാൻ. വെള്ളാപ്പള്ളിയുടെ കയ്യിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 3-4 എങ്ങനെ ഉണ്ടായിരുന്നുള്ള അതൊക്കെ പോട്ടെ. അത് കാശില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥമില്ല? അതിലൊന്നും അർത്ഥമില്ല. തിരിച്ച് അല്ല, നമ്മൾ കരുതുന്ന പോലെ CPM വെള്ളാപ്പള്ളി സപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് CPM വേണ്ടാന്ന് പറയേണ്ട ആവശ്യം എന്താ? അല്ലാതെ പിണറായി ചെന്ന് ചോദിച്ചല്ലോ സപ്പോർട്ട്. പിണറായി വിജയൻ ചെന്ന് ചോദിച്ചു. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തൊക്കെ നടത്തിയ പ്രസ്താവന CPM അണികൾ തന്നെ വലിയ തോതിൽ ആക്ഷേപം ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ? അല്ല, അതൊക്കെ ഇത്തിരി കടന്ന കൈയായി പോയി. പക്ഷെ മുൻകാലങ്ങളിൽ നമ്മളെ നാട്ടിൽ നടന്ന പല വസ്തുതകളും നോക്കുന്ന സമയത്ത് പരസ്യമായി തള്ളി പറയണമായിരുന്നു, തള്ളി പറഞ്ഞില്ല. പക്ഷെ അതിലൊക്കെ ഇടതുപക്ഷ അനുഭാവികൾക്ക് തന്നെ വലിയ വിയോജിപ്പുള്ള കാര്യമല്ലേ? അല്ല, അത് തള്ളി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഒറ്റ വ്യക്തിയിൽ അധിഷ്ഠിതമായി പോകുന്നതുകൊണ്ട് വിജയൻ സഖാവിന് അത് പറയാൻ പെട്ടെന്ന് അങ്ങനെ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത് പിന്നീട് ഒരു കാലഘട്ടത്തിൽ അതൊക്കെ അവര് പാർട്ടി അതിനൊക്കെ അതിജീവിക്കും. പാർട്ടി എന്ത് തന്നെയായാലും പാർട്ടി വീണ്ടും. അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. അജയകുമാർ, താങ്കൾക്ക് അത് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ ഇപ്പോൾ യഥാർത്ഥത്തിൽ CPM ഒരു ബാധ്യതയായി മാറുകയാണോ? ശ്രീ മനു, പുതുവത്സരാശംസകൾ. നമസ്കാരം. പുതുവത്സരാശംസകൾ. മനുവിന്റെ അടുത്തും പറയുക എല്ലാവരോടും നിങ്ങളുടെ ഡെസ്കിലുള്ള എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ പുതുവത്സരാശംസകൾ. ഇനിയും പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ആർക്കും ഒരു ബാധ്യതയാകില്ല. കാരണം ഇതെല്ലാം നമ്പർ ഗെയിം അല്ലേ, പൊളിറ്റിക്സ് അല്ലേ.
അല്ലെങ്കിൽ CPM പറയണം, CPMന്റെ ഔദ്യോഗിക നേതൃത്വം പറയണം, ഇദ്ദേഹം ഒരു ബാധ്യതയാണ്, ഇദ്ദേഹത്തെ ഇനി കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് അവർ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അവരത് പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? എന്താണ് ഇപ്പൊ വിഷയം? ഈ മലപ്പുറത്ത് പറഞ്ഞ വിഷയമാണോ അതോ നമ്മുടെ ബിനോയ് വിശ്വം സഖാവ് തൊടുത്തുവിട്ട വിഷയമാണോ നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത്? ശ്രീ അജയ്കുമാർ, മലപ്പുറം വിഷയം മാത്രമല്ല, അതുമുണ്ട്. ബിനോയ് വിശ്വമല്ല തൊടുത്തുവിട്ടത്. CPIക്കെതിരെ ആരോപണം ഉന്നയിച്ചത് ആദ്യം വെള്ളാപ്പള്ളി നടേശനാണ്. CPI ചതിയൻ ചന്തുവാണ് CPI എന്നുള്ള ആരോപണം ഉന്നയിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. അതിനുശേഷമാണ് ബിനോയ് വിശ്വം അതിന് മറുപടി കൊടുത്തത്. അല്ല, CPI ചതിയൻ ചന്തുവാണ് എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ തന്നെയും ഒരു പരിധിവരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ മുന്നണിയിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പൊതുവേദിയിൽ വന്ന് നിന്ന് പറയുമ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളിനെ കൊണ്ടുവന്ന്, അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ആ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ? വെള്ളാപ്പള്ളിയെ കൂടെ കൊണ്ടു നടക്കുകയും വെള്ളാപ്പള്ളി നിരന്തരം ഇങ്ങനെ ഓരോ പ്രസ്താവനകൾ ഇറക്കുകയും അതിനെല്ലാം അതിന്റെ ബാധ്യത ഇടതുപക്ഷത്തിന്റെ തലയിൽ വന്ന് വീഴുകയും ചെയ്യുന്ന അവസ്ഥയല്ലേ ഉണ്ടാവുന്നത്? ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ തലയിൽ അതിന്റെ ബാധ്യത എങ്ങനെ വരാനാണ്? വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളുടെ പിന്തുണ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ട് നൽകുന്ന പരിഗണന അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് വിലയിരുത്തിയത് CPIയുടെ തന്നെ സംസ്ഥാന സമിതിയല്ലേ? CPMലും അങ്ങനെ വിമർശനം ഉണ്ടായെന്ന് പറയുന്നു, പക്ഷെ അവർ പരസ്യമായി അംഗീകരിച്ചിട്ടില്ല. CPIയുടെ തെരഞ്ഞെടുപ്പ് അവലോകനത്തോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ശ്രദ്ധിക്കാൻ. കാരണം അവർക്ക് യാതൊരു വോട്ട് ബാങ്കും ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കേരളത്തിൽ. അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയണം, അത്രേ ഉള്ളൂ. ഞാൻ അതിനെ ഒരു രീതിയിലും ഇവിടെ 1,400,000 കേരള കോൺഗ്രസുകളുണ്ട്. അവർ പറയുന്ന പോലെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അതിനെ നമുക്ക് മാറ്റി നിർത്താം. പിന്നെ മലപ്പുറത്ത് പറഞ്ഞ പ്രസ്താവന, മലപ്പുറത്ത് ഇദ്ദേഹം പരസ്യമായിട്ട് വളരെ വാചാലമായിട്ട് പറഞ്ഞതിനെ കുറെയൊക്കെ ഇന്റലക്ച്വൽ ആയിട്ട് AK ആന്റണിയും നമ്മുടെ VS അച്യുതാനന്ദനും ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, VS അച്യുതാനന്ദൻ പറഞ്ഞ ആ ബൈറ്റ് ഇദ്ദേഹം എപ്പോഴെങ്കിലും സമയം നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞ ഏത് ബൈറ്റാണ് താങ്കൾ പറയുന്നത്? ഒരു പ്രത്യേക സമുദായം എല്ലാ അവകാശങ്ങളും കവർന്നെടുത്തുകൊണ്ട് നാളെ അത് ഏത് രീതിയിലേക്ക് പോകുന്നു എന്നതിൽ ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറയുന്നത് ജനസംഖ്യ ഭൂരിപക്ഷമാവെന്ന് പറഞ്ഞ ബൈറ്റല്ലേ? ആണല്ലോ. ആ ബൈറ്റ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം ഡൽഹിയിലാണ് പറഞ്ഞത്. ഞാൻ റിപ്പോർട്ട് ചെയ്ത ആളാണ്. അത് പറഞ്ഞത് ഒരു സംഘടനയുടെ ലക്ഷ്യം അദ്ദേഹം വളരെ വിശദമായി തന്നെ പറഞ്ഞു. ആ സംഘടനയുടെ ലക്ഷ്യം ഇങ്ങനെയൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ സംഘടനയ്ക്കെതിരായിട്ട് പറഞ്ഞതാണ്. ഒരു സംഘടന ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ ലക്ഷ്യം നാളെ RSSന്റെ ലക്ഷ്യം ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് ഈ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാൾ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. VSന്റേതായ ശൈലിയിൽ കൃത്യമായി പറഞ്ഞതാണ്. അത് വളരെ തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തത്. അല്ല, ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല. എന്റെ ബൈറ്റ് കേൾക്കാം. പിന്നെ ബൈറ്റ് കേട്ടോണ്ട് കാര്യമില്ല. ആ ബൈറ്റ് മുറിച്ചെടുത്തേക്കുന്നത് അങ്ങനെയാണ്. ഈ വർഗീയവാദികൾ ആ കാലത്തൊന്നും ഇത് വിവാദമായില്ലല്ലോ. കാരണം എന്താ? അതിനപ്പുറവും ഇപ്പുറവും ബൈറ്റുകളുണ്ട്. ഒരാൾ പറയുന്നതിൽ നിന്ന് ഒരു കൃത്യസായം മുറിച്ചെടുത്തു. ഈ VS പറയുന്നത് അന്ന് ഒരു സംഘടനയെക്കുറിച്ച്, ഒരു വർഗീയ സംഘടനയെക്കുറിച്ച്, ആ സംഘടനയുടെ ലക്ഷ്യം കുറച്ചു കാലം കഴിഞ്ഞാൽ കേരളത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. ആ പറയുന്നതിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്താണ് പ്രചരിപ്പിക്കുന്നത് VSന്റെ പേരിൽ. ഫൈൻ, ഓക്കെ, നമുക്ക് അതിനെ അവിടെ തന്നെ നിർത്താം. ഇനിയും ഈ മലപ്പുറത്ത് കേരളത്തിലെ ഒരു മുസ്ലിം പണ്ഡിതൻ, ഏത് ലെവലിലുള്ള പണ്ഡിതനാണെന്ന് എനിക്കറിയത്തില്ല, അദ്ദേഹം എന്നൊക്കെ അയാളെയൊക്കെ കയറി വിളിക്കുന്നത് തന്നെ കഷ്ടമാണ്. കാരണം അയാൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കാണിക്കയിടുന്നത് മറ്റ് ഒരു വെറുക്കപ്പെട്ട സ്ത്രീകൾക്ക് പണം കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊക്കെ വിവരക്കേട് പറയുന്നത് ഹിന്ദുവിലും മുസ്ലിമിലും ഒക്കെ ഇല്ലേ? അതല്ല ഹിന്ദുവിലായാലും മുസ്ലിം ക്രിസ്ത്യാനിലായാലും വിവരക്കേട് പറയുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരടക്കം ഇതിനേക്കാൾ മറ്റു മതങ്ങളെ കുറിച്ച് വിവരക്കേട് പറയുന്നില്ല. വിവരക്കേട് പറയുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ കണക്കാക്കുന്നുണ്ട്. കിരണേ, ഞാൻ അതുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയട്ടെ. അതിനുശേഷം കുറച്ചു നാൾ കഴിഞ്ഞ് അയാൾക്ക് എന്തോ ഒരു അവാർഡ് കൊടുക്കുന്നു, അത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് സ്വീകരിക്കുന്നു കണ്ട് രമേശ് ചെന്നിത്തല. അപ്പൊ അവരവിടെ അങ്ങനെയുള്ള ആരുമായി അവാർഡ് സ്വീകരിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും അതേ ബാധ്യത തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും CPM ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, ഇദ്ദേഹത്തിന്റെ ചോദ്യം അവിടേക്കാണ് ഇപ്പൊ വന്നത്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ തുടക്കം തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതൊരു വോട്ട് ബാങ്കാണ്. ഉറപ്പായിട്ട് വോട്ട് ബാങ്ക് അല്ലേ? ഹിന്ദുക്കളിൽ 40-42% ഈഴവരാണ്. കേരളത്തിലെ 54-55% ഈഴവ വോട്ട് ബാങ്ക് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് എന്താണ് ബന്ധം? അതിലൊരു 10% വെള്ളാപ്പള്ളി പറയാൻ കേൾക്കില്ല എന്ന് താങ്കൾ ധരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. എനിക്കറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പിന്തുണ കൊടുത്ത നേതാക്കളൊക്കെ പരാജയപ്പെട്ട ചരിത്രമാണ് കേരളത്തിലുള്ളത്. അത് നോക്കൂ, ഒരു വോട്ട് കിട്ടുന്നതിന് അപ്പുറമല്ലേ അങ്ങേവസ്ഥ പോയി വോട്ട് ചെയ്യുന്നത്. 10% വോട്ട് മാറിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം ഞാനതാ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ കൊടുത്ത പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ
തോറ്റുപോവുകയും തോൽപ്പിക്കണമെന്ന് പുള്ളി വാശി പിടിച്ച് മീശ പഠിക്കും എന്നൊക്കെ പറഞ്ഞ നേതാക്കളൊക്കെ ജയിക്കുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലുള്ളത്. അതുമെല്ലാം ഈഴവ മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അവരൊക്കെ ജയിച്ചത്. അല്ല, അവിടെയൊക്കെ അന്നേരം സംഭവിച്ചത് വെള്ളാപ്പള്ളി ആരെ തോപ്പിക്കണമെന്ന് പറഞ്ഞത് ഇൻസിഡന്റലി അവരൊക്കെ മറ്റൊരു ജാതിപ്പെട്ടവരായി പോയി. അവിടെ ആ ജാതി വോട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു. ഇത്തരത്തിലൊക്കെ തമാശകൾ ഒരുപാടുണ്ട്, മനസ്സിലായില്ലയോ? അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിലൊക്കെ നമുക്ക് അറിയാവുന്ന നേതാക്കളല്ലേ, ആലപ്പുഴയിലൊക്കെ ഏറ്റവും നിർണായകമായ ഈഴ വോട്ടുകൾ ഏറ്റവും നിർണായകമായ സ്ഥലമല്ലേ? ആ സ്ഥലത്തൊക്കെ നിന്നല്ലേ പാട്ടുപാടി ജയിച്ചത്. അങ്ങനെ അവിടുത്തെ ഈഴ വോട്ടുകൾ ഈ പറയുന്നത് പോലെ ഒരു 10-20% മാറിയായിരുന്നു, 10% മാറിയായിരുന്നു തന്നെ തോറ്റുപോയില്ലേ? അല്ല, അങ്ങനെ വി എം സുധീരനും ആലപ്പുഴയിൽ നിന്ന് തോറ്റുമല്ലേ? വി എം സുധീരൻ വെള്ളാപ്പള്ളിയുമായിട്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളൊന്നും അല്ലല്ല. വി എം സുധീരനെതിരെ വെള്ളാപ്പള്ളി സംസാരിച്ചിട്ടുണ്ട്. വി എം സുധീരനെതിരെയും ഒക്കെ വെള്ളാപ്പള്ളി സംസാരിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി കൊള്ളാവുന്ന ഈഴ വിഭാഗത്തിലെ നേതാക്കൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, നമുക്കിത് പറഞ്ഞു നിർത്താം. കാരണം ഇത് ആർക്കും ഒരു ബാധ്യതയാകില്ല, ബാധ്യതയാകേണ്ട കാര്യമില്ല. വ്യക്തമാണ്. ശ്രീ ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ യഥാർത്ഥത്തിൽ CPM-ന് ഒരു ബാധ്യതയാവുകയാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇത് ആ ഒരു ക്യാപ്ഷന് മറുപടി ഞാൻ പറയുന്നില്ല. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ KR ഗൗരി അമ്മയുടെ പാർട്ടിയിലുള്ള ഒരു MLA സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം ജയിച്ചു വന്ന്, രാജൻ ബാബു എന്നാണ് പേര്, അദ്ദേഹം ജയിച്ചു വന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. രാജൻ ബാബു അല്ല, അത് ഉമേഷ് ചള്ളിയിലായിരുന്നു. ഓക്കെ, അതെ, ഓട്ടോറിക്ഷ. അന്നേരം മറ്റേ പുള്ളി പറഞ്ഞത് എന്തുവായിരുന്നു? അന്ന് പിണറായി വിജയൻ സഹാവ് പറഞ്ഞത് ഇതിലും നല്ലത് കുട്ടിച്ചാത്തന്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തായിരുന്നു. അങ്ങനെ പറയുന്ന ഒരു CPM-ന് ശ്രീമതി ജയ, ശ്രീ പിണറായി വിജയൻ ഏതെങ്കിലും ഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിനെ തള്ളിപ്പറഞ്ഞിട്ടുള്ള ആളല്ല. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളോട് എപ്പോഴും മതിപ്പോടുകൂടി സംസാരിക്കുകയും അത് മാതൃകയാക്കണമെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ്. ശ്രീനാരായണ ഗുരുദർശനങ്ങളെ ഏതെങ്കിലും ഘട്ടത്തിൽ ഗുരുവിന്റെ പേരിൽ ആരെങ്കിലും ജാതി പറയാൻ അതിനെ എതിർത്തിട്ടുണ്ട്. ഗുരുവിന്റെ പേരിൽ ആരെങ്കിലും മറ്റ് വോട്ട് ബാങ്കിനെ ഉണ്ടെങ്കിൽ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഗുരുദേവ ദർശനങ്ങളെ അനുകൂലിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് എതിരായിട്ട് ഏതെങ്കിലും ഒരു വാചകം ഇതുവരെ പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിലില്ല. ഓക്കെ, നല്ലത്, വെരി ഗുഡ്. പക്ഷേ നമ്മള് ഞാനൊരു ഈഴവ കുടുംബാംഗമാണ്. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളും ഇയാളെ കണ്ടോണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് അത്രയ്ക്കും വെറുപ്പായിപ്പോയി ഇതിനെ. ഈ പുള്ളിയുടെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് വെറുപ്പാണ്. കാരണം ഞങ്ങളുടെ വെള്ളാപ്പള്ളി. അപ്പം നമ്മള് എന്റെ മൂത്ത സിസ്റ്റർ BA കഴിഞ്ഞ് നിൽക്കുമ്പോ ഒരു ജോലി വേണമായിരുന്നു. എന്റെ അമ്മ കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് പൈസ കൊടുത്തിട്ടാണ് SN കോളേജിൽ ഒരു ജോലി വാങ്ങിച്ചത്. അതുപോലെ എന്റെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അവന് +2-ന് അഡ്മിഷൻ വേണം. ഇവിടെ നമ്മുടെ ഇവിടെ ഒരു SNDP-യുടെ സ്കൂളുണ്ട്. അപ്പം സയൻസ് ഗ്രൂപ്പ് എടുത്ത് അപ്പൊ പ്ലസ് മാത്സും കൂടെ വേണമായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ പൈസ കൊടുത്താണ് അതൊക്കെ വാങ്ങിച്ചത്. പിന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ നാളിൽ SN ട്രസ്റ്റിന്റെ സ്കൂളിൽ ചേർത്ത് അന്നും പൈസ കൊടുത്താണ് നമ്മൾ. പിന്നെ നമുക്ക് അതിലൊന്നും ഒരു പ്രയോജനവും പുള്ളിയെ കൊണ്ട് ഞങ്ങൾക്കാർക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈഴവ കുടുംബാംഗമാണ്. വ്യക്തമാണ്. അലക്സ് ആണ് മാവേലിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ അലക്സ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സാമുദായിക നേതാവിന്റെ പിന്തുണ അത് CPM-ന് ഇപ്പോൾ ബാധ്യതയായി മാറിയിട്ടുണ്ടോ? സത്യത്തിൽ CPM ഒരു ധർമ്മസങ്കടത്തിലാണെന്ന് തോന്നുന്നു. വെള്ളാപ്പള്ളിയെ പരിപൂർണമായിട്ട് ഇന്ന് തള്ളിപ്പറഞ്ഞിട്ടുണ്ടല്ലോ. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സംസാരിക്കും, വാഹനത്തിലൊക്കെ കയറ്റുന്ന ഒരു വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പറയുന്ന ഇപ്പൊ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളെല്ലാം തന്നെ ഇന്ന് പാർട്ടി സെക്രട്ടറി എതിർത്ത് പറയുന്നത് നമ്മൾ TV-യിൽ ഞാൻ കേട്ടു. പിന്നെ അദ്ദേഹം ഈ മലപ്പുറത്തൊക്കെ പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ട്. ഇപ്പം കഴിഞ്ഞ ഈ UDF-ന്റെ ഭരണകാലത്ത് 35 സ്കൂളുകൾ ഒരു പ്രത്യേക സമൂഹ വിഭാഗത്തിന് അനുവദിച്ചു കൊടുത്തത് എയ്ഡഡ് ആയിട്ട് പൂർണ്ണമായിട്ട് ചില വിഭാഗത്തിന് കൊടുത്തതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. അത് VD സതീശൻ തന്നെ അദ്ദേഹത്തിന്റെ വൈറ്റ് ഇപ്പം പുറത്തു വരുന്നുണ്ട്. നമ്മൾ എന്നിട്ട് ഇതിനൊക്കെ ഈ വെള്ളാപ്പള്ളിയെ വെച്ച് നമ്മൾ പുകമറ മുന്നിൽ നിർത്തി നമ്മൾ അതിനെയൊന്നും മറച്ചിട്ട് കാര്യമില്ല. അതെല്ലാം സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളല്ല CPM-ന് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് വന്നത്. അത് CPI എടുത്ത നിലപാടുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ PM ശ്രീ വിവാദം തൊട്ട് ഒരു പ്രതിപക്ഷത്തിന്റെ കടമ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് CPI എന്ന് പറയുന്ന ഘടകകക്ഷിയാണ് ഈ സർക്കാരിനോട്.
ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകും മുമ്പ് ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തങ്കോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക. ഞാൻ വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഒന്ന് വായിച്ചേക്കാം. ഇന്ന് കമൻറ്റ് വായിക്കാൻ നേരത്തെ കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിയെ കൊണ്ടൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും നാൾ അധികാരത്തിൽ വന്നത്. പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും പിന്തുണയ്ക്കുന്ന കോടാനുകോടി ജനങ്ങളുടെ പിന്തുണയിലാണെന്ന് വി സി തോമസ് പറയുന്നു. അത് മംഗ്ലീഷ് എഴുതിയാൽ ഇത്തിരി പാടാൻ വായിക്കാൻ. ഈഴവർക്ക് കള്ളന്മാരെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നു. പ്രത്യയശാസ്ത്രപരമായി കാണുകയും ജനക്ഷേമകരമായി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യേണ്ട രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഇപ്പോൾ ചില വ്യക്തികളെയും ഗ്രൂപ്പുകളെയും കേന്ദ്രീകരിച്ച് നടത്താണ് പ്രശ്നമെന്ന് ഡോക്ടർ എം ബി മണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്താണ് കമൻറ്റുകളൊന്നും തന്നെ വായിക്കാത്തതെന്ന് ചോദിക്കുന്നു സദാശിവൻ നായരാണ്. കമൻറ്റ് വായിക്കാൻ വൈകിപ്പോയി ശ്രീ സദാശിവൻ നായർ. നമുക്ക് വായിക്കാം. വെള്ളാപ്പള്ളിയെ CPM പാർട്ടി സെക്രട്ടറി ആക്കണമെന്നാണ് എൻ്റെ നിലപാട്. ഇത്രയും ശക്തനായ നേതാവിനെ പിണറായി കൈവിടില്ലെന്ന് ഉറപ്പുണ്ടെന്ന് സെയ്തമ്മ ഈസ് ബാക്ക് എന്ന് പറയുന്ന ഒരു, എനിക്കത് മറ്റേതോ പേരുള്ള ഐഡിയ ആണ്. ഈ വിഷയം 2 ദിവസം ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്ന് ചോദിക്കുന്നു ഷാജി ഭാസ്കരൻ. കേന്ദ്രത്തെ വിമർശിക്കേണ്ട വിഷയങ്ങൾ ഒഴിവാക്കുകയാണോ? ക്രൂഡ് ഓയിൽ വില താഴുമ്പോൾ പാചക ഇന്ധന വില ഇന്നും കൂടിയത് വിഷയമല്ലേ എന്ന് ചോദിക്കുന്നു. പാചക ഇന്ധന വില കൂടിയത് വിഷയം തന്നെയാണ്, വിഷയമല്ല എന്നും പറയുന്നില്ല. ഈ കേന്ദ്രത്തെ വിമർശിക്കേണ്ട വിഷയങ്ങൾ ഒഴിവാക്കുകയാണോ എന്ന് ചോദിച്ചാൽ ശ്രീ ഷാജി ഭാസ്കരനോട് പറയാൻ ഒരു വരി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 1 മാസത്തെയോ അല്ലെങ്കിൽ 2 മാസത്തെയോ പൊതുവേദിയുടെ വിഷയങ്ങൾ എല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. താങ്കളെടുത്ത് പരിശോധിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്ന വാദം അംഗീകരിക്കാം. ഇവിടെ കുറേ ആളുകൾ പറയുന്നത് നിരന്തരം കേന്ദ്രത്തെ വിമർശിക്കുന്നു എന്നുള്ള പരാതിയാണ്. ശ്രീ AK കൃഷ്ണൻകുട്ടി പറയുന്നു വെള്ളാപ്പള്ളി വേറെ, CPM വേറെ, പള്ളി വേറെ, പള്ളിക്കൂടം വേറെ എന്ന് പറയുന്നു. പക്ഷേ പള്ളിയും പള്ളിക്കൂടവും ഒക്കെ വേറെയാണെന്ന് പറയുമ്പോഴും ശ്രീ കൃഷ്ണൻകുട്ടി, വെള്ളാപ്പള്ളിയെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നതിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട പങ്ക് CPM-നാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. പ്രധാനപ്പെട്ട വിമർശനങ്ങൾ വരുമ്പോൾ പോലും വെള്ളാപ്പള്ളിയെ കടുത്ത രീതിയിൽ തിരിച്ച് പറയാനൊന്നും തയ്യാറാവുന്നില്ല. വളരെ പൊതിഞ്ഞാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഒരു കവചം എപ്പോഴും വെള്ളാപ്പള്ളി കൊടുക്കുന്നത് CPM തന്നെയാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പൊത്തം കൂടുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. പിന്നെ നാണം കെട്ടവന്റെ ആസനത്തില് ആല് കിടത്താനെന്ന് പറഞ്ഞ ഒരു അനുഭവമാണ് ഈ ഇദ്ദേഹത്തിന്റെ കാര്യം പറയണത്. നമ്മളെ കോമഡി താരങ്ങളെല്ലാം പിന്നെ മരിച്ചുപോയില്ലേ, എന്നാലും മരിച്ചു പോവുകയും അഭിനയം നിർത്തി പോവുകയൊക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഒരു കോമാളി വേഷം കെട്ടി നടക്കുകയാണ് നാണം കെട്ട ഈ മനുഷ്യൻ. ഇദ്ദേഹത്തിന് താങ്ങി നടക്കുന്നവർ കൂടെ നാണം കെട്ടും. ഉള്ളവരോട് പറയണത് ഇത് ഈ പുള്ളിക്കാരൻ പറയണത് അല്ലെങ്കിൽ നമ്മളെ മറ്റേ സമുദായ നേതാവ് പറയണത് എവിടെ ആരെങ്കിലും പിന്നെ അംഗീകരിക്കുന്നുണ്ടാ? ഞങ്ങളാരും അംഗീകരിക്കാറില്ല. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സമുദായ നേതാവെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് വാ തുറന്നു കഴിഞ്ഞാൽ വരുന്നത് പിന്നെ മനുഷ്യ പെറ്റ തള്ള പോലും സഹിക്കില്ല. അല്പം പിന്നെ ഉളുപ്പുള്ളവരെ ഇവരെയൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. ഉള്ളവരോട് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരുമാതിരിയൊക്കെ ഒരു മര്യാദ വേണ്ടേ? അതിപ്പോ ഈ ഒരു സമുദായത്തിനെതിരായിട്ടൊക്കെ ഒരു സമുദായ നേതാവ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ സമൂഹത്തിന് പിന്നെ ആഹ്വാനം കൊടുത്ത ഒരു പിന്നെ ഒരു ദൈവത്തിന് തുല്യം കാണുന്ന ഒരാളിന്റെ അനുയായി എന്ത് കഷ്ടമാണെന്ന് നോക്കിയാണ് ഇവരെയൊക്കെ സഹിക്കുന്നവരെ സമ്മതിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. അതും ഈ അതിന്റെ ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ. അതുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം. എന്നാലും വളരെ കഷ്ടം എന്നല്ല എന്താ പറയാനാണ്. താങ്കൾക്ക് എന്റെ ന്യൂ ഇയർ ആശംസകള് കുടുംബത്തിന്. പിന്നെ കുടുംബത്തിനും എല്ലാവർക്കും പുതുവത്സരാശംസകൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗതിയും മറ്റ് നമ്മളെ സിനിമാ താരങ്ങളെല്ലാവരും ഇപ്പം പിന്നെ സുഖമല്ലാതൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കണല്ലേ. അതുകൊണ്ട് വല്ലപ്പോഴ ഒരു കോമഡി കേട്ട് ചിരിക്കണമെങ്കിൽ ഈ മനുഷ്യൻ വേണം. സത്യോട് പറഞ്ഞത്. ശ്രീജയാണ് തിരുവനന്തപുരത്ത്. ശ്രീജ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സമുദായ നേതാവിന്റെ പിന്തുണ യഥാർത്ഥത്തിൽ അതിപ്പോൾ CPM-ന് ഒരു ബാധ്യതയായി മാറുകയാണോ? സാറേ, ഈ ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മളൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമുദായത്തിന്റെ തലപ്പത്ത് ഇയാളെ പോലെ ഒരു വിവരദോഷി കയറി ഇരിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് ലജ്ജ തോന്നുന്നുണ്ട് അങ്ങ്. കാരണം വായ തുറന്നാല ഇയാളുടെ പിന്തുണയൊന്നും CPM-നൊന്നും ആവശ്യമില്ല സാർ. ഇയാളുടെ പിന്തുണ ഒരു പാർട്ടിക്കും ആവശ്യമില്ല. കാരണം ഇയാൾ ഈ നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ഏതെങ്കിലും ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുമോ? നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ടോ എല്ലാവർക്കും അവരവരുടേത് രാഷ്ട്രീയമുണ്ട്. അപ്പൊ അതിനനുസരിച്ചല്ലേ എല്ലാവരും പ്രവർത്തിക്കുള്ളൂ. പിന്നീട് ഇയാളുടെ ഈ മലപ്പുറം പരാമർശം എന്ന് പറയുന്നത് സാറേ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളുള്ളൊരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. അപ്പൊ ഇയാൾക്ക് അവിടെ കച്ചവടം നടത്താൻ പറ്റില്ല. ഇയാൾക്ക് അവിടെ സ്കൂളുകൾ തുറന്നിട്ട് ഈ മാനേജ്മെന്റ് കോട്ടയിൽ നിയമനം നടത്തിയിട്ട് അതിന് കിട്ടുന്ന പണം വാങ്ങിക്കാൻ കിട്ടാത്തതിന്റെ ആ ഒരു ദേഷ്യവും പകയും എല്ലാവർക്കും ഇയാളുടെ ഈ വർഗീയ വിഷയമായിട്ടൊക്കെ വെളിയിലേക്ക് വരുന്നത്.
അതുകൊണ്ട് സാർ എന്തൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് വേണ്ടത്. ഇയാളുടെയൊക്കെ ഈ വർത്തമാനങ്ങളെ വിവരമില്ലാതെ സംസാരിക്കുമ്പോഴേ അതാണ് തോന്നുന്നത്. ഇനിയിപ്പോ സാറേ ഇൻ കേസ് ഭരണം മാറി കോൺഗ്രസ് ആണ് അധികാരം, നമുക്കറിയില്ല, വന്നു കഴിഞ്ഞാൽ ഇയാൾ നേരെ അവർക്ക് പോയി സ്തുതി പാടും. അതാണ് ഇയാളെ പോലെ ഒരു വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ഒരാളുടെ, ഇയാളുടെ കുടുംബത്തിൽ തന്നെ ഇയാളുടെ മോനേതാ BDJS. അപ്പൊ നമുക്കിതിനെ അറിയാം. എന്നിട്ട് അവസരത്തിനൊത്ത് എന്തെങ്കിലും ആയിട്ടൊന്ന് വിടുവായത്തരം പറയുന്ന ഇയാളുടെയൊക്കെ അത്രയ്ക്ക് വില കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീജയുടെ അഭിപ്രായം. രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ കഴിഞ്ഞ ദിവസം താങ്കളുടെ പാർട്ടിക്കെതിരെയൊക്കെയാണ് പറഞ്ഞത്, ചതിയൻ ചന്തു എന്നൊക്കെ. അതെന്തായാലും പാർട്ടി സെക്രട്ടറി തന്നെ മറുപടിയും കൊടുത്തു. ഈ വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഇപ്പോൾ അത് CPM ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണോ? താങ്കൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് വെള്ളാപ്പള്ളി പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം CPIയുടെ വിഷയം. നമ്മൾ പുസ്തകത്തിലൊക്കെ പല കഥകളും പഠിക്കാറുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൽ നിന്ന് സന്ദേശം ഉൾക്കൊള്ളാനാണ്. നഗ്നനായി നടന്ന ഒരു രാജാവിന്റെ കഥ താങ്കൾക്ക് അറിയുമല്ലോ. അപ്പോൾ അവിടെ മുതിർന്നവരും പക്വതയുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ആ പ്രജകളിൽ ഉണ്ടായിരുന്നു അന്ന്. അവരാരും ആ രാജാവിനോട് രാജാവ് നഗ്നനാണെന്ന് പറയാൻ തയ്യാറായില്ല. ഒരു കൊച്ചുകുട്ടി വേണ്ടി വന്നു. അതാണ് ഇന്ന് CPI ചെയ്യുന്നത്. നമ്മുടെ വീടിനകത്തൊരു ന്യൂനത ഉണ്ടായാൽ, നമ്മുടെ മക്കൾക്കാവട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉണ്ടായാൽ മക്കളും ഉപദേശിക്കുന്ന കാലമായത്. അതിലെന്താണ് തെറ്റ്? വെള്ളാപ്പള്ളിയുടെ കാര്യം പറയും. ഞാൻ ഒരിക്കലും ഇതൊരു സമുദായപരമായിട്ട് പറയുന്നില്ല. ഒരിക്കലും ഒരു പ്രാവശ്യം ഇലക്ഷൻ തോക്കട്ടെ. ഞാൻ എപ്പോഴും താങ്കളോട് എന്റെ പ്രായം പറയാറുണ്ട്. ഞങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഈ പാർട്ടി പ്രവർത്തിക്കുകയാണ്. ഞങ്ങളങ്ങ് ഒരു സ്ഥാനമാനത്തിലും എത്തിയില്ല. ഇപ്പോഴും ഞങ്ങൾ ആർജവത്തോടെ പ്രവർത്തിക്കും. ഒരു പ്രാവശ്യം അധികാരം പോകട്ടെ, വെള്ളാപ്പള്ളി അല്ലെങ്കിൽ ഒരു സമുദായം മാറി നിൽക്കട്ടെ, NSS മാറി നിൽക്കട്ടെ. എന്താണ് നമ്മൾ പണ്ട് നാറാണത്ത് പ്രാന്തം പറഞ്ഞതുപോലാണ്. ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചപ്പോൾ നാരായണത്ത് പ്രാന്തം പറഞ്ഞ് എന്റെ ഇടത്തെ കാലിലെ മന്ത് മലത്തെ കാലിലോട്ട് മാറ്റണം. അതിൽ 1000 അർത്ഥമുണ്ട്. ഈ ജാതി സംവിധാനം ഈ വിദേശ രാജ്യങ്ങളിൽ എത്ര സ്ഥലത്ത് ജാതി അടിസ്ഥാനത്തിൽ സമാന്തര ഭരണകൂടം, ഞാൻ ഈ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സമാന്തര ഭരണകൂടം, സർക്കാരിന്റെ പ്രോപ്പർട്ടിയിൽ സർക്കാർ ശമ്പളം കൊടുത്ത് ഉദ്യോഗസ്ഥർ വയ്ക്കുന്ന പണം മുടക്കുന്ന സർക്കാർ, മേൽനോട്ടക്കാരന് ഒരു മൂന്നാമസ്ഥൻ എന്തിനാണ് സമാന്തര ഭരണകൂടം? വെളിയിൽ രാജ്യങ്ങളിൽ പലയിടത്തും നോക്കൂ, എന്തിനാണ് ഈ സമുദായങ്ങളെ ഈ സ്ഥാപനങ്ങൾ മൊത്തം കോടിക്കണക്കിന് ആസ്തി കട്ടുമുടിക്കുന്നത്? മുഴുവൻ പണ്ട് രാജാക്കന്മാർ അവരെ ബഹുമാനിക്കില്ല. നമ്മളിന്ന് സർക്കാർ രാജാക്കന്മാർ അവരുടെ മൊത്തം സറണ്ടർ ചെയ്തില്ല സർക്കാരിന്. ഈ NSSന്റെ ആയാലും SNDP ആയാലും JPMS ആയാലും സമാന്തര ഭരണകൂടങ്ങൾക്ക് നമുക്ക് വേണ്ട. ഒരു ഗവൺമെന്റ് ഇല്ലേ? പിന്നെന്തിനാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇവർ ഭരിക്കുന്നത്? ഈ സംവിധാനം ഇവരെ കയ്യിൽ നിന്ന് സമ്പത്ത് രാജാക്കന്മാർ പണ്ട് ഉപേക്ഷിച്ചതുപോലെ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഒരു സമുദായ നേതാവും ഇവിടെ അനുഭവത്തില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കട്ടെ. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടെ ഏത് പാർട്ടികളും, എല്ലാ പാർട്ടി, ഞങ്ങൾ ഒരിക്കലും ഒരു പക്ഷം മാത്രം വേണോ എന്ന് പറയുന്ന കൂട്ടത്തിലല്ല. പ്രതിപക്ഷം വേണം, ഭരണപക്ഷം വേണം, എല്ലാ പാർട്ടിയും വേണം. എന്നാൽ രാജ്യത്ത് നീതി നടക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുട്ടടിക്കുന്നത്? ഈ സമുദായങ്ങളോട്. സമുദായങ്ങളിൽ വോട്ടുണ്ട്. ഈ സംവിധാനത്ത് ഉത്തരവാദി ഞാനിപ്പോ വെള്ളാപ്പള്ളി അല്ലെങ്കിൽ വേറെ സമുദായ നേതാവിനെ കുറ്റം പറയത്തില്ല. നമ്മുടെ വ്യവസ്ഥിതിയിൽ നിന്നും പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ താഴെ ചോദിക്കും ജാതി ഏത്, മതം ഏത്. ഈ സംവിധാനം ഒഴിവാക്കിയിട്ട് അർഹത ഉള്ളവനെ തിരഞ്ഞെടുക്കാൻ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എന്തെങ്കിലും ജാതിയുടെ മാനദണ്ഡം വേണോ? ഒരു പാവപ്പെട്ടവൻ ഒരു ജാതിയിലാവട്ടെ ഒരു മതത്തിലാവട്ടെ അവന് ആനുകൂല്യം കൊടുക്കണം, അവന് വീട് കൊടുക്കണം, അവൻ എന്ത് കൊടുക്കട്ടെ. അതിന് ജാതിയുടെ പരിവേഷം വേണോ സുഹൃത്തെ? കാലം മാറിയില്ലേ? ഈ ജാതിക്കോളം ഒഴിവാക്കൂ. പലരും ജാതിക്കോളം പല കുട്ടികളും ഒഴിവാക്കിയതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ജാതിക്കോളം ഒഴിവാക്കാതെ പോസിറ്റീവായ അഭിപ്രായമല്ല ജാതിക്കോളം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോഴും ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് പറയുന്നു അത് കണ്ടെത്താൻ ജാതിയുടെ സമവായം വേണമെന്നാണ് താങ്കൾ പറയുന്നത്. അല്ലല്ല, ജാതിക്കോളം ഒഴിവാക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജാതിക്കോളം ഒഴിവാക്കിയാൽ സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് സംവരണാവകാശങ്ങൾ നഷ്ടപ്പെടില്ലേ? അത് നഷ്ടപ്പെട്ടാൽ അവർ പിന്നെ സാമൂഹികമായി പിന്നോക്കാവസ്ഥ പോലെ അതൊരു കാൽപ്പനിക വാദം മാത്രമാണ്. അതൊരു യാഥാർത്ഥ്യബോധവുമായി എവിടെയെങ്കിലും സമുദായ നേതാവിന്റെ ഒത്താശ വേണോ അതിന്? അത് വേറെ കാര്യം. ജാതിക്കോളം ഒഴിവാക്കുക എന്ന് പറയുന്നതും ഇതുമായിട്ടൊന്നും കുറച്ച് ആവേശത്തിൽ പറഞ്ഞു പോയത്. ജാതിക്കോളം പെട്ടെന്നൊന്നും ഒഴിവാക്കണമെന്നല്ല പറഞ്ഞേ. ഈ സമ്പത്ത് അവരുടെ കയ്യിൽ നിന്നും അധികാരവും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അതെല്ലാം ശരിയാണ്. പക്ഷെ ആവേശത്തിൽ മറ്റേത് പറയുന്നത് അത്ര പോസിറ്റീവായ കാര്യമല്ല. അത് പോസിറ്റീവ് അല്ലാതെ കാര്യം സംബന്ധിച്ചു. പക്ഷേ ഇത് ജാതി എന്തുകൊണ്ടാണ് ഇവരിപ്പോ വെള്ളാപ്പള്ളി ആയാലും ഞാൻ വേറെ ആരും പേരും ഇപ്പൊ വെള്ളാപ്പള്ളി XY ആരോ ആയിക്കോട്ടെ, ഇവരെന്തുകൊണ്ട് അഹങ്കരിക്കുന്നത്? അവരെ ഈ സമ്പത്തും പണവും ഇരിക്കുന്നു. ഇത് ആരുടേത്? ഇത് സർക്കാരിൻ്റെതാണ്, പൊതുജനങ്ങളുടേതാണ്. അല്ലാതെ ഇവർക്ക് ആരെങ്കിലും കൊടുത്താണോ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരുടെ കോളേജുകളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? വെള്ളാപ്പള്ളിയുടെ അല്ലെങ്കിൽ വേറെ ആളുടെ ഞാൻ പേരിപ്പോ തൽക്കാലം പറയുന്നില്ല. അവരുടെ തറവാട്ടിൽ നിന്നെടുത്തുകൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത്. ഇതെന്തിനാ ജനങ്ങൾ സഹിക്കുന്നേ? ഞങ്ങളുടെ പൊതുജനങ്ങളുടെ ടാക്സ് അടയ്ക്കുന്ന പണം കൊണ്ട് ഇവന്മാർ സഹിക്കേണ്ട കാര്യം എന്തോ? വ്യക്തമാണ്.
ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ ഷൈജു ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഷൈജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു സാമുദായിക നേതാവിന്റെ പിന്തുണ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഒക്കെ ആഗ്രഹിക്കും. പക്ഷേ അത് ഇടതുമുന്നണിക്ക് ഇപ്പോൾ അല്ലെങ്കിൽ CPM-ന് ഇപ്പോൾ അതൊരു ബാധ്യതയായി മാറിയിട്ടുണ്ടോ? ഹലോ, ഇതൊരിക്കലും ബാധ്യതയാവില്ല. കാരണം അദ്ദേഹത്തിന്റെ പല സംസാരങ്ങളും നമ്മുടെ രാഷ്ട്രീയ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്നത് തന്നെയാണ്. എപ്പോഴും 30 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് ഈ വെള്ളാപ്പള്ളിയുടെ നിലപാട് കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചിട്ടുള്ളത് 30 വർഷത്തിനിടയിൽ? അത് എപ്പോഴും ഞാൻ അതാ പറഞ്ഞ ഇപ്പോഴും അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു സന്ദർഭം താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? വെള്ളാപ്പള്ളിയുടെ പോസിറ്റീവായ ഇടപെടൽ, അതിനു മുമ്പ് ഉണ്ടായിരുന്ന പല പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടപെടലുകളും പ്രസംഗങ്ങളും ഒക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉള്ളതാണ്. പക്ഷെ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് എവിടെയാണ്? വൈക്കം തിരുവൂരത്ത് പള്ളി പ്രശ്നം ഉണ്ടായി, സെമിത്തേരി പ്രശ്നം. ഞാനതല്ല, കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന ഒരു ഇടപെടൽ പുള്ളി എവിടെയാണ് നടത്തിയതെന്നാണ് ചോദിച്ചത്. അതാ പറഞ്ഞു വരുന്നത്. വൈക്കത്ത് തിരുവൂരത്ത് പള്ളിയുടെ അടുത്ത് തന്നെ ക്ഷേത്രമുണ്ട്. അതിന്റെ ക്ഷേത്രത്തിന്റെ സെമിത്തേരി പള്ളിയുടെ സെമിത്തേരി ക്ഷേത്രത്തിന്റെ അടുത്ത് സ്ഥാപിക്കാൻ പോയപ്പോഴത്തേക്ക് വന്ന് ഇതൊക്കെയാണോ ശ്രീ ഷൈജു ഒരു SNDP പോലെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുടെ ഒരു സംഭാവനയായി പറയേണ്ടത്? ഇതൊക്കെ തന്നെ പറയുന്നതന്നെ ഒരു അവിടെ. ശരി, ഓക്കെ. ശ്രീ ഷാജിയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണ യഥാർത്ഥത്തിൽ അത് CPM-ന് ഇപ്പോൾ ഒരു ബാധ്യതയായി മാറുകയാണോ? CPM-ന് ബാധ്യത എന്നാമത്തെ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തിൽ നിന്ന് എല്ലായ്പ്പോഴും അല്ല, എതിർക്കേണ്ട അഭിപ്രായങ്ങളെ എതിർത്ത് തന്നെയാണ് CPM പോയിട്ടുള്ളത്. വെള്ളാപ്പള്ളിയുടെ മാത്രമല്ല, പല സാമുദായിക നേതാക്കന്മാരും സമുദായത്തിന്റെ മേലധികാരിയായിരുന്നുകൊണ്ട് CPM-നെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോഴെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അഭിപ്രായം പറഞ്ഞപ്പോഴെല്ലാം അതിനെല്ലാം തക്കതായ മറുപടി അതാത് സമയങ്ങളിൽ. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി, നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നു, പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അങ്ങനെ അല്ലല്ലോ. വെള്ളാപ്പള്ളിയോടൊരു വല്ലാത്ത സോഫ്റ്റ് കോർണർ, വല്ലാതെ ഒരു പിടിച്ചു ചേർത്ത് നിർത്തൽ CPM-നില്ലേ? അല്ല, സോഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സപ്തപതി, ഞാൻ ഓർക്കുന്നു, സപ്തപതി ആഘോഷമാണെന്ന് തോന്നുന്നു. അവിടെ ചെന്ന് മുഖ്യമന്ത്രി പറയേണ്ട കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. പിന്നെ പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ SNDP പോലുള്ള ഒരു സമുദായത്തിന്റെ ഒരു സംഘടനയുടെ വളരെ ശ്രേഷ്ഠമായ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് പറയേണ്ടുന്ന വാക്കുകളല്ല പലപ്പോഴും പറയുന്നതെന്ന് വ്യക്തമായിട്ട് വെള്ളാപ്പള്ളിയെ ഇരുത്തിക്കൊണ്ട് തന്നെ ആ വേദിയിൽ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. വാക്കുകളൊക്കെ ഇപ്പൊ മറന്നുപോയി. പിന്നെ പറയേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഗോവിന്ദൻ മാഷും അത് വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കേണ്ട, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കില്ല. പണ്ട് നൌഷാദിന്റെ വിഷയം, വെള്ളാപ്പള്ളി എടുക്കുന്ന മതനിരപേക്ഷ നിലപാടുകൾ കൊണ്ടാണ് വെള്ളാപ്പള്ളിയെ അനുകൂലിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും വെള്ളാപ്പള്ളി എടുത്ത ഒരു മതനിരപേക്ഷ നിലപാട് ശ്രീ ഷാജിക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മതനിരപേക്ഷ നിലപാടെന്ന് പറയുമ്പോൾ SNDP-യുടെ മേധാവി ആയിരുന്നുകൊണ്ട് മതനിരപേക്ഷ നിലപാട് പഴയ പശ്ചാത്തലത്തിൽ ഒക്കെ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു പിന്തുണ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആജീവനാന്ത അദ്ദേഹത്തെ ചുമന്നുകൊണ്ടുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ എല്ലാ വിവരക്കേടുകൾക്കും സപ്പോർട്ട് ചെയ്യാവുന്നുള്ള ഈ 2016 ഇതേ വെള്ളാപ്പള്ളിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടല്ലേ കേരളത്തിൽ LDF വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത്? അതെ, വിമർശിക്കേണ്ട സമയം 2016 കേസൊക്കെ എന്തായി? കേസൊക്കെ നടക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ 9 കൊല്ലമായിട്ട് നടക്കുന്നുണ്ടല്ലേ? അതെ നടക്കുന്നുണ്ടായിരിക്കാം. പിന്നെ 9 കൊല്ലമായി വെള്ളാപ്പള്ളിക്കെതിരെയുള്ള മൈക്രോ ഫിനാൻസിന്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് കേന്ദ്രത്തെ കുറിച്ചും മറ്റു ചില കേസുകളിൽ ആക്ഷേപം പറയുന്നത്. അല്ല, ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. വെള്ളാപ്പള്ളി പറയുന്നതിനോട് അത്രയും ഇല്ലെങ്കിലും അതേപോലെ ഏറെക്കുറെയൊക്കെ വന്ന ഒരു പ്രസ്താവന പിണറായി വിജയന്റെ വായി കൂടെ കയറ്റി ഇറക്കാനായിട്ട് ഒരു മേട ശ്രമിച്ചു. അതിനെ എന്തായാലും താങ്കൾ തുടക്കത്തിൽ തിരുത്തിയത് നന്നായി. നിങ്ങൾ ഈ ഒരു വിഷയം ഗൗരവമായി പറയുമ്പോൾ മറ്റേതെങ്കിലും മേട ശ്രമിച്ചു എന്ന് പറയേണ്ട കാര്യമില്ലോ. നമ്മളുടെ ചോദ്യം വളരെ സിമ്പിളാണ്. വെള്ളാപ്പള്ളിയെ പോലെ ഒരു ആളെ കഴിഞ്ഞ കുറച്ചു കാലമായി CPM ചേർത്ത് നിർത്തുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. വെള്ളാപ്പള്ളി മതവിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ, അത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ സ്വന്തം ആശീർവാദത്തോടുകൂടി SNDP യൂണിയന്റെ സഹായത്തോടുകൂടി BDJS ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയെ BJP-യുടെ കൂടെ കൊണ്ട് നിർത്തി അവിടെയെല്ലാം മത്സരിക്കുകയും അവിടെയെല്ലാം വോട്ട് പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും രണ്ട് വള്ളത്തിൽ ഒരേപോലെ ചവിട്ടി പോകുന്ന വെള്ളാപ്പള്ളിയെ കേർത്ത് പിടിച്ചിരിക്കുകയാണ് CPM. സംശയം വല്ലതും ഉണ്ടോ? സംശയമുണ്ട്.
എവിടെയാണ് അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല. എവിടെയാണ് വെള്ളാപ്പള്ളിയെ വന്ന് ഞാനതാ ചോദിച്ചത്. 2016 വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് CPM അധികാരത്തിൽ വന്നത് ആണല്ലോ. അന്ന് പറന്ന് നടന്ന് മാലിന്യം വിതർന്ന നടേശൻ എന്നാണ് വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിച്ചത്. വെള്ളാപ്പള്ളിയെ മാത്രമല്ല എല്ലാ കാലങ്ങളിലും എല്ലാവരെയും അതിനുശേഷം കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളിയെ രൂക്ഷമായി വിമർശിക്കാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നതോ അധികാരത്തിൽ വന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഏതാ വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ടാണോ അധികാരത്തിൽ വന്നത് 2016? അതൊന്നുമല്ല, അത് മാത്രമൊന്നുമല്ല. ശരി, ആലോചിച്ച് നോക്കുക. എന്തായാലും ഈ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടോ? എന്റെ ശ്രദ്ധയിൽ, ഷാജിയുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ ശരി, ഞാൻ ആലോചിച്ചിട്ട്. ശരി, ഓക്കെ. ശ്രീ ഷാജി. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ കൂടെ നിർത്തുന്നത് CPM ഗുണമാണോ ദോഷമാണോ? എന്തായാലും സൂപ്പിയുടെ ടെലിഫോൺ വന്ന് തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സാമുദായിക നേതാക്കളുടെ നിയന്ത്രണത്തിലല്ല ഒരു സമുദായത്തിലെയും അംഗങ്ങളുടെ വോട്ട്. അവരെല്ലാം വോട്ട് ചെയ്യുന്നതും അവർ രാഷ്ട്രീയമായി തീരുമാനമെടുക്കുന്നതും അവരുടെ വിവേചനാധികാരത്തിൽപ്പെടുന്നതാണ്. അവർക്ക് വേണ്ടി അമിതമായി അവരെയൊക്കെ ചേർത്ത് നിർത്തുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ദോഷമാണെന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷം പേരും പറഞ്ഞത്. ചിലരെങ്കിലും മറിച്ച് പറഞ്ഞവരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.